I greet you again in the name of Jesus. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. It is back with joy amidst my family. എൻ്റെ കുടുംബത്തിന്റെ മധ്യത്തിൽ വീണ്ടും വന്നത് മഹാസന്തോഷമാണ്, വലിയ ആഘോഷമാണ്. Hallelujah. Every time we assemble is to it's a festival of joy. It's a festival of rejoicing because we are declaring what Jesus has already done on the cross, and he is not in the grave but he has resurrected. നമ്മൾ ഓരോ തവണയും കൂടി വരുമ്പോൾ യേശു ക്രൂശിൽ നിവർത്തിച്ച് കഴിഞ്ഞത്, നമുക്ക് വേണ്ടി നേടി കഴിഞ്ഞത് നമ്മൾ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. And if we believe the word, നമ്മൾ ആ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ there is such a liberty and freedom. കർത്താവ് ചെയ്തു കഴിഞ്ഞ കാര്യം നമ്മൾ ഉറപ്പായി വിശ്വസിച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു സ്വാതന്ത്ര്യം മറ്റൊന്നില്ല. You will always expect better things happening in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്രിസ്തു നിമിത്തം ഇനി മേന്മയേറിയത് സംഭവിക്കുമെന്ന് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായി. And that is why the Bible says we are confident of better things concerning you, things that accompany salvation. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠമേറിയതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് രക്ഷയോട് കൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠമേറിയ കാര്യം. We are confident. ഞങ്ങൾക്ക് അതിൽ ഉറപ്പുണ്ടെന്ന് അവിടെ. We are confident about you. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. Because Jesus has accomplished everything. When he said it is finished, my every challenge is finished. കാരണം നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടിയതെല്ലാം യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ അതിനു വേണ്ടിയിരുന്നതെല്ലാം നിവർത്തിച്ച് കഴിഞ്ഞു. And that is why Peter says everything pertaining to life and godliness has already been given. അതുകൊണ്ടാണ് പത്രോസ് തന്റെ ലേഖനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ ദാനം ചെയ്തു കഴിഞ്ഞു. Many times even born again Christians, those who are a new creation, are trying for approval of God. പലപ്പോഴും വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന ദൈവമക്കൾ തന്നെ വീണ്ടും ദൈവം എന്നെ അംഗീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ശ്രമം ചെയ്യുകയാണ്. And that is because of the wrong teaching that they hear. കാരണം അവർക്ക് ലഭിച്ച പല തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നുണ്ടായതാണ് ചിന്ത. If they have a financial challenge, they will think might be I did something wrong, that is why I am financially getting poor. ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നതുകൊണ്ട് അയ്യോ എൻ്റെ എന്തോ കുഴപ്പമാണ്, ഞാൻ ചെയ്തതെന്തോ പെശകിയിട്ടുണ്ട് എന്നുള്ള ചിന്ത അവരെ ഭരിച്ചിട്ട് അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ വന്നതെന്ന് ചിന്തിക്കുക. The gospel never makes you sin conscious. The gospel makes you righteous conscious. സുവിശേഷം നിങ്ങളെ ഒരിക്കലും അപരാധ ബോധത്തിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് നീതി ബോധത്തിലേക്ക്. Gospel means good news. സുവിശേഷം എന്ന് പറയുന്നാൽ സദ്വർത്തമാനം. Can you say good news? എല്ലാവരും പറഞ്ഞ സുവിശേഷം. So is it a good news that God is going to punish you? അത് നല്ല വാർത്തയാണോ? ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനകത്ത് എന്ത് നല്ല വാർത്തയാണുള്ളത്? Is it a good news that you are going to hell? നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിനകത്ത് അത് നല്ല വാർത്തയല്ലല്ലോ. Is it a good news that God is going to tear you apart? നിങ്ങളെ കീറിക്കളയും, ദൈവം കീറിക്കളയാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സുവിശേഷമാണ്. Then this is not the gospel. അതൊന്നും സുവിശേഷമല്ല. Gospel means good news. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. Meaning to say, in spite of whatever you are, God is going to do good to you. Because while you were still sinners, he showed his love by crucifying his own son Jesus. അതിന്റെ അർത്ഥം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നമോ പ്രതിസന്ധിയോ ഏതുമായിക്കൊള്ളട്ടെ, അതിന്റെ അപ്പുറത്തും ഒരു വിടുതലും വിജയവും ക്രിസ്തു ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മുടെ നന്മ കൊണ്ടല്ല, ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാൻ തയ്യാറായെങ്കിൽ നമുക്ക് നന്മ മാത്രമേ ഉള്ളൂ. So it is not what you do, it is what you believe. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ചോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി. At one time when the bread was multiplied, people are eating, wonderful miracle is happening. They came and asked Jesus, what shall we do to do the work that you are doing? യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ വലിയ അത്ഭുതം കണ്ട ചില യഹൂദർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നിന്റെ ഈ പ്രവർത്തികളെ ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? We know you are at least a prophet. We cannot understand you as God. At least you are a prophet. What should we do to do the work of God? John 6:28. യേശുവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങേ ഒരു പ്രവാചകനായിട്ടെങ്കിലും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ദൈവമായിട്ടൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ താങ്കൾ ചെയ്യുന്ന വീര്യപ്രവർത്തികളെ ചെയ്യാൻ
ഞങ്ങൾ എന്ത് ചെയ്യണം? Jesus did not say climb the mountain. Jesus did not say do this. Jesus said, you believe in me or believe the one who is sent me. That is what will cause every miracle in your life. യേശു അവരോട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളല്ല, നിവർത്തിക്കാൻ കുറച്ച് കാര്യങ്ങളല്ല, നിങ്ങൾ ഈ മല കയറണമെന്നോ അല്ലെ ഇതെല്ലാം ചെയ്തു തീർക്കണം, ചെയ്യെന്നല്ല പറഞ്ഞ് ദൈവം അയച്ചവനായ എന്നിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും. If you are trying to do and please God, you are undermining the grace of God which is bestowed upon you. എന്തെങ്കിലും ചെയ്ത് നിവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനാ ശ്രമമെങ്കിൽ ഒരിക്കലും ദൈവം ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുകയാണ്. You are destroying the grace. You are saying grace is not enough, my work is also needed. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ച് ഈ മഹാകൃപ അതെനിക്ക് പോരാ, അതിന്റെ ആവശ്യമില്ല, ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് പറയാൻ ശ്രമിക്കുക. Also we say no, because of this God is not going to talk to you. നമ്മൾ പറയാന്നിരിക്കട്ടെ, നീ ഇത് ചെയ്ത കാരണം ദൈവം ഇനി നിന്നോട് സംസാരിക്കത്തില്ല. The Bible never says so. ബൈബിൾ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. If you look at the Bible, even when Adam disobeyed, God poured his love upon him. ആദാമാണല്ലോ ആദ്യമേ തെറ്റുപറ്റിയത്. അവൻ വിലക്കപ്പെട്ട കനി നിന്ന് തെറ്റിയപ്പോൾ പിന്നെ ദൈവം മിണ്ടാതിരിക്കുകയല്ല, തന്റെ സ്നേഹവുമായി അവൻ അടുക്ക ചെല്ലുകയാണ്. God says we will put him out of Eden not because he has disobeyed, because if he eats the fruit of eternal life, he will live eternally with this sin. ഏദനിൽ നിന്ന് അവനെ പുറത്താക്കുമ്പോൾ ഇവൻ ഈ തെറ്റ് ചെയ്തവനെ ഇവനെ പുറത്താക്കാന്നല്ല, മറിച്ച് ഇവൻ ഈ പാപ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് വീണുപോയ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ആ ജീവവൃക്ഷ ഫലവും കൂടെ തിന്നാൽ ഇവൻ ഇതേ സ്ഥിതിയിൽ മരണമില്ലാതെ എന്നും ഈ ശാപത്തിൽ തുടരേണ്ടി വരും. അതുകൊണ്ട് അവനെ ഇതിൽ നിന്ന് മാറ്റാം. He will be sick, he will have all the problems with that, he has to live eternal. Better we will put him out. രോഗവും ജരാനരകളും പ്രശ്നങ്ങളും ക്ഷീണങ്ങളും ഉള്ള ഒരു ശരീരത്തിൽ ഇവനിപ്പോൾ ആയിരിക്കുകയാണ്. ഈ പാപ ശരീരത്തിൽ ഇരുന്ന് ഈ ജീവന്റെ കനി കൂടെ തിന്നാൽ ഇവൻ ഇതെന്നും ചുമക്കേണ്ടി വരും. അതുകൊണ്ട് അവനെ അതിൽ നിന്ന് മാറ്റി നിർത്താം. And that is why you will find God's presence with Cain. Even after he murdered, God is saying, why did you do this, Cain? ഇവിടെ ശ്രദ്ധിക്കുക, അതിനുശേഷം കായീൻ സ്വന്തം സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോഴും പാപം ചെയ്തോടെ ദൈവം മിണ്ടാതിരിക്കുകയല്ല, മറിച്ച് വീണ്ടും സ്നേഹവാനായ ദൈവം അവനോട് സംസാരിക്കുകയാണ്, നീ എന്ത് ചെയ്തു. And then the Bible says Cain left the presence of God. God did not leave him, he left God's presence. ദൈവം ഒരിക്കലും കായീനെ വിട്ടു മാറിയതായിട്ട് വായിക്കുന്നില്ല. തുടർന്ന് വായിക്കുന്നു, കായീൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയിന്നാ. If that is the case, അതാണ് ശരിയെങ്കിൽ, if that is the case, അതാണ് സത്യമെങ്കിൽ, you and me should be confident in the love of God because we are greater than all of them. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഞാൻ ഉറപ്പുള്ളവരായിരിക്കണം. കാരണം നമ്മളെ ഈ സകല പ്രതിസന്ധികളെക്കാൾ വലിയവനാണ് ദൈവം. Whatever challenge comes, ഏത് പ്രതിസന്ധി മുമ്പിൽ വന്നാലും, whatever challenge comes, നിങ്ങളുടെ മുമ്പിൽ ഏത് വെല്ലുവിളി വന്നാലും, if you are confident in the love of God towards you, you will say, no, I will overcome this mountain has to go because the one in me is greater. ഏത് പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ വന്നാലും ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഉറപ്പുണ്ടപ്പോൾ പറയും, ഈ ഒരു മലയും ഒരു പ്രതിസന്ധിയും എന്റെ മുമ്പിൽ നിൽക്കത്തില്ല, എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം എനിക്കിതിൽ ജയമാണ്. That is why in Romans 8:37 the Bible says we are more than conquerors because of his love towards us. അതുകൊണ്ടാണ് റോമർ 8 ഒടുവിൽ പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കും. You should be confident of the love of God towards you. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. When we understand that, അത് മനസ്സിലാക്കിയിരിക്കണം. all guilt and all fear and all failure mentality will go and you will shout and say, the one in me is greater, I can do all things through Christ who strengthens me. നിങ്ങൾക്ക് പരിമിതികളും വീഴ്ചകളും എല്ലാം ഉള്ളപ്പോഴും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബോധത്താലും കുറ്റബോധത്താലും പരാജയ ബോധത്താലും നിറയാതെ, എന്നെ സ്നേഹിച്ചവൻ എനിക്കുള്ളത് കൊണ്ട് കുറവുള്ളവനാണ് ഞാനെങ്കിലും എനിക്ക് ജയമുണ്ട് എന്ന് വിളിച്ചു പറയും. That is why you have to hear the right word. അതുകൊണ്ടാണ് ശരിയായ വചന ശുശ്രൂഷ വേണം. Because right word will lead you to right thinking, and the Bible says as a man thinks so shall he become. കാരണം ശരിയായ വചനം ശരിയായ ചിന്താഗതി ഉളവാക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്
അതുപോലെ ആയിത്തീരും. Because if you hear that God is going to tear you apart, the thought of fear, thought of guilt, thought of condemnation will stop you from moving forward. You will think, anyhow God is against me, I am going to die. ദൈവം നിങ്ങളെ കീറിക്കളയും എന്ന രീതിയിലുള്ള ഒരു വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സെപ്പോഴും ഒരു ഭയത്തിൽ, ഒരു ഉത്കണ്ഠയിൽ, എന്തോ ഒരു വിരുദ്ധമായത് സംഭവിക്കാൻ പോകുന്ന പ്രതീക്ഷ കൊണ്ട് മനസ്സ് നിറയും. എന്ത് പ്രതീക്ഷിച്ചോ അതായിരിക്കും സംഭവിക്കുന്നത്. But when you hear that God is for me, if God is for me, who can be against me? God is for me because I am predestined to become like Christ. ദൈവം എനിക്ക് അനുകൂലം, അതുകൊണ്ട് എനിക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ. മാത്രമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് എന്റെ ഒരു ഗുണദോഷങ്ങളുമല്ല, അവന്റെ കൃപയത്രേ എന്നെ തെരഞ്ഞെടുത്തെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ജയാളിയായി മുമ്പോട്ട് പോകും. That is why the Bible says, hold fast to the confession of your faith. അതുകൊണ്ടാണ് നിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിനെ, സ്വീകാരത്തെ മുറുകെ പിടിക്കുക. Whatever happens, I will increase. എന്തെല്ലാം സംഭവിക്കട്ടെ, ഞാൻ ഉയർച്ച I തന്നെ will പ്രാപിക്കും. increase. I will never decrease. I will increase. I will be a conqueror. I will be great. I will lend to nation. The world will know me because of the love of God in me. I am the best and unique in Jesus' അവൻ name. എന്നെ സ്നേഹിച്ചുകൊണ്ട് ലോക സ്ഥാപനം മുമ്പേ അവൻ എന്നെ കൺമണിയായി കണ്ടതുകൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. അവന്റെ നന്മ കൊണ്ട് ഞാൻ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. എന്നെ ലോകത്തിൽ എല്ലാവരും അറിയുന്നവനായി അവന്റെ നന്മയുടെ അടയാളമായി നിർത്തും. There will be no doors that will be closed in front of me. When I approach, it will open because of the one in me is greater. ഒരു വാതിലും എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയില്ല. എന്നിലുള്ളവൻ, എന്നോട് കൃപയുള്ളവൻ എന്നിലുള്ളതുകൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ അടഞ്ഞ വാതിലുകൾ എന്റെ മുമ്പിൽ There തുറക്കും. will be no desire in my heart that my daddy will not fill. Even the smallest wish he will fulfill because in Christ I am the beloved of him. എന്റെ ഡാഡി എന്റെ ഹൃദയത്തിലെ ഏറ്റവും ചെറിയ ആഗ്രഹം പോലും നിവർത്തിക്കും. എന്തെന്നാൽ ക്രൂശിലൂടെ എന്റെ കർത്താവിന്റെ, എന്റെ പപ്പായുടെ കൺമണിയാണ് ഞാൻ. I am not today under my biological daddy. I have the life of God in me, the Spirit of God in me. I am born again by a seed of God. I can never be a failure. ഇന്ന് ഞാൻ കെടുന്ന ബീജത്താൽ എന്നെ ജനിപ്പിച്ച ഈ ലോകത്തിലെ അപ്പന്റെ പാരമ്പര്യത്തിന് കീഴിലല്ല, മറിച്ച് സ്വന്തം രക്തത്തിന്റെ പുത്രനാകുന്ന ആ ബീജത്താൽ എന്നെ പുതുതായി ജനിപ്പിച്ച അപ്പന്റെ സർവ്വ അവകാശത്തിനും കീഴിലത്ര. My father might have limitation, but my heavenly father has no limitation. ഈ ലോകത്തിലെ എന്റെ അപ്പന് പരിമിതികൾ കണ്ടേക്കാം, എന്നാൽ എന്റെ സ്വർഗത്തിലെ അപ്പൻ പരിമിതികളില്ലാത്തവനാ. It might be a desert, but he will give me manna. It might be Patmos, but he will appear for me. It might be contrary, but I know my God will provide. സാഹചര്യം ഒരുപക്ഷെ മരുഭൂമിയായിരിക്കും, പക്ഷെ തന്റെ പ്രിയ കൺമണിയാകുന്ന എനിക്ക് വേണ്ടി അവൻ മന്ന ഒഴിക്കും. എന്നെ ആക്കിയിരിക്കുന്നത് പത്മോസ് ദ്വീപിലായിരിക്കാം, പക്ഷെ അവൻ എനിക്ക് വേണ്ടി അഗ്നിജാലക്കത്ത കണ്ണുമായി അവൻ പ്രത്യക്ഷപ്പെടും. എന്റെ മുമ്പിൽ മാറി മറിയാത്ത ഒരു പ്രതികൂല സാഹചര്യവും. Might be there is famine everywhere, but he will send a crow to feed me. There may be famine everywhere, but when I do, I will prosper and increase in great ways. ഒരുപക്ഷെ ചുറ്റും ക്ഷാമമായിരിക്കും, പക്ഷെ എനിക്ക് വേണ്ടി മാത്രം അവൻ കാക്കയെ അയച്ച് ആഹാരം തരും. ലോകം മുഴുവൻ പ്രതികൂലമായാലും കൺമണിയായ ഞാൻ അവന്റെ കൺമണിയായിരിക്കും. Even there is famine everywhere, I will sow and I will reap because there is a supernatural father for me. ക്ഷാമകാലത്ത് മുഴുവൻ പേര് ക്ഷാമവനിക്കോലും ഞാൻ ക്ഷാമത്തിലും വിതയ്ക്കും. 100 മേനി സൂപ്പർ നാച്ചുറലായി ലോകം കാണുന്ന പോലെ ഞാൻ വർദ്ധിക്കും. It is not what you do, it is what you believe. If you believe that Jesus rose up from the dead, if you believe that you are the righteousness of God, you will be bold as a lion. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് വിശ്വസിച്ചു എന്നുള്ളൊരു കാര്യം. നിങ്ങളുടെ ചെയ്ത്തിലല്ല നിങ്ങൾ ആശ്രയിക്കുന്നത്, അവൻ നിന്നെ സ്നേഹിച്ച ആ സ്നേഹത്തിലുള്ള നിന്റെ വിശ്വാസമാ നിന്നെ ശ്രേഷ്ഠനാക്കുന്നത്. Break every limitation. Let every limit fall. Let every limitation be broken. And shout and say, I can do all things through Christ who is my strength. എല്ലാ ഇടുക്കങ്ങളെയും പൊട്ടിച്ചിങ്ങനെ വിളിച്ചു
പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. You may be seated. You may be seated. ഇരുന്നാട്ട്. It's because ഇതിന്റെ കാരണം what Jesus accomplished. കർത്താവ് എന്താണോ ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ചു തീർത്തത്. Do you know what people want to hear? ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള എന്താണെന്നറിയാമോ? You are a sinner. നീ പാപിയാ. You have to do more things. കുറച്ചുകൂടെ എന്തൊക്കെയോ ചെയ്യണം. All this suffering and all this sickness is because God is testing you. ഈ പ്രതിസന്ധികൾ, ഈ പ്രയാസങ്ങളെല്ലാം ദൈവം നിന്നെ ശോധന കഴിക്കുകയാണ്. And with the sickness he will give you the grace to carry this sickness. മാത്രമല്ല, ഈ രോഗം നിനക്ക് വന്നാലും ഈ രോഗം സഹിക്കാനുള്ള കൃപ ദൈവം തന്നോളും. That is an utter lie, because it is not from the word of God. അത് ദൈവവചനത്തിലില്ലാത്ത ഭോഷ്കത്രേ. It is not from heaven, it is from the depth of hell. My God is a lover. My God loved me in Christ Jesus even while I was a sinner. അത് സ്വർഗത്തിൽ നിന്നുള്ളതല്ല, അത് നരകത്തിന്റെ ആഴത്തിൽ നിന്നാണ്. എന്റെ കർത്താവ് ഞാൻ പാപിയായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്നവന്. He does not get distracted by my wrongdoing. He gets attracted by my faith. He is looking forward where he is going to put me. It is higher than I ever thought. എന്റെ ജീവിതത്തിൽ വന്ന ആ കുഴപ്പങ്ങളാൽ എന്റെ ദൈവം ആകെ പതറിപ്പോകുന്നില്ല. മറിച്ച് താൻ എനിക്ക് വേണ്ടി ചെയ്ത നന്മയിൽ, അവന്റെ കൃപയിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് മുന്നേറി എന്നെ മുന്നിലെത്തിക്കാൻ അവന് സാധിക്കും. 2 Corinthians chapter 3 verse 4 and 5. 2 Corinthians 3:4-5 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Oh, read it from your Bible. നിങ്ങളുടെ ബൈബിളിൽ നിന്ന് തന്നെ വായിച്ച്. Can you shout and say, I can never be a failure? എല്ലാവരും വിളിച്ചു പറഞ്ഞ, ഞാനൊരു പരാജയമാകയില്ല. Our children will never be failures. എന്റെ മക്കൾ പരാജയമാകയില്ല. വിളിച്ചു പറഞ്ഞാട്ടെ. നല്ല ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുള്ളവർ മാത്രമേ വിളിച്ചു പറയാവുള്ളൂ. We get afraid when our children disobey. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുസരണക്കേട് കണ്ടാ ഉടനെ നമ്മളങ്ങ് പേടിച്ചു പോകും. When we see our children going out of the track, we get, my God. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാലിടറിയാൽ യോ എന്ന് വെക്കുകയാണ്. But God is not distracted. എന്നാൽ അതൊന്നും കണ്ടിട്ട് ദൈവത്തിനൊരു കുലുക്കവും ഇല്ല. He is waiting. വെയിറ്റ് ചെയ്യാണ് ദൈവം. Because God knows where these children are going to become. കാരണം ഈ കുഞ്ഞുങ്ങൾ നിന്റെ കുഞ്ഞുങ്ങൾ ആകയാൽ തന്നെ അവരെവിടെ ചെല്ലുമെന്ന് കുറിച്ചിട്ടിരിക്കുക. You are questioning God by saying what will happen. He has a perfect plan. He knows where your children will be. They will high above in Christ, well known in the world. ആ കുഞ്ഞുങ്ങളുടെ ആ പ്രശ്നം കണ്ട് വാസ്തവത്തിൽ എന്റെ കർത്താവ് ഇത് എന്താകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളെ ചോദ്യം ചെയ്യുക. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കളെ ദൈവം മുന്നമേ അവർക്ക് വേണ്ടി ഒരുക്കിയെടുത്ത് തന്നെ അവരെത്തും. നമ്മുടെ മക്കൾ ഇന്ന് എന്താണെന്നല്ല ദൈവം നോക്കുന്നത്, എന്തവനെ ആക്കി തീർക്കുന്നു നോക്കിക്കൊണ്ട് ദൈവം അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. Believe in him who sent. ഇത് പറഞ്ഞ വാക്ക് പറഞ്ഞവനിൽ വിശ്വസിക്കുക. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ. Such boldness. ഈ വിധത്തിലുള്ള ധൈര്യം. ബൈബിൾ ഉണ്ടോ? ബൈബിൾ ഇല്ലെങ്കിൽ പറയുക ചുമ്മാതെയല്ല തങ്കുബ്രദറിന് ഇത്രയും ഉറപ്പ്. ഞങ്ങളുടെ ബൈബിളിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് സ്വന്തം ബൈബിളിൽ നിന്ന് വായിക്കണം. ഞാൻ ആദ്യകാലങ്ങളിൽ ഏതെങ്കിലും വീട്ടിൽ പോയാൽ വചനം പറയത്തില്ല, അവരോട് ആദ്യമേ വീട്ടിൽ നിന്ന് ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറയും. ബെന്നി ബ്രദറിൻ്റെ വീട്ടിൽ ചെന്ന് സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പം ബെന്നി ബ്രദറിനെ കൊണ്ട് ബൈബിൾ വായിപ്പിച്ചേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബൈബിളിൽ വായിച്ചേ. 2 Corinthians 3. ഞാൻ ചോദിക്കട്ടെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ വിത്ത് യു. എനിക്കൊരു ചോദ്യമുണ്ട്. Do you believe that the word which is in your hand is the infallible word, will not change? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിലെ വചനം ദൈവവചനമാണെന്നും അത് ഒരിക്കലും മാറത്തില്ലെന്നും തെറ്റിക്കൂടാത്തതെന്നും വിശ്വസിക്കുന്നുണ്ടോ? Really, if you believe, വാസ്തവത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ no tension, no fear. പിന്നെ ഭയമില്ല, ടെൻഷൻ ഇല്ല. You will be bold. നിങ്ങൾ അത്ര ഉറപ്പുള്ളവരായിരിക്കും. ദൈവ
ദൈവം വസിക്കുന്ന മന്ദിരമാണ് ഇരിക്കുന്നേ. ദൈവം വസിക്കുന്ന മന്ദിരമാ. ഇതിനെ ഞോണ്ടാൻ വന്നാൽ സിംഹത്തിന്റെ കൃഷ്ണമണിയിലോട്ട് കൈ കയറ്റുന്ന പോലെ. നമ്മൾ ക്രിസ്തുയേശുവിൽ ആരാണെന്നുള്ള ബോധ്യത്തിൽ വേണം നടക്കാൻ. We are in Christ. നമ്മൾ ക്രിസ്തുവിൽ ആരായി കഴിഞ്ഞിരിക്കുന്നു We എന്നുള്ള are not ഉറപ്പ്. beggars. We are not beggars. നമ്മൾ യാചകരല്ല. We did not come to the house of God. He brought us, adopted and brought us inside. നമ്മൾ ദൈവഭവനത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല, അവൻ നമ്മളെ ദത്തെടുത്ത് നമ്മളെ വിളിച്ചു കയറ്റിയതാണ്. I chose you, you did not choose me. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്താന്ന് യേശു പറഞ്ഞു. ഞാൻ അങ്ങനെയാ. കർത്താവ് എനിക്ക് ഉയർച്ച തന്നെ വേണം. കർത്താവ് പറഞ്ഞു അത് നീ ശരിയായില്ലല്ലോ, അത് ഞാൻ ശരിയാകാൻ മാത്രം, ഞാൻ അതുവഴി നടന്നതല്ലേ, എന്നെ വിളിച്ചിങ്ങോട്ട് കയറ്റിയതല്ലേ, അപ്പം തന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ തീരുമാനിക്കണമായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, ലോക സ്ഥാപനത്തിന്റെ മുമ്പേ ക്രിസ്തു യേശുവിൽ എൻ്റെ ഭാവി ദൈവം നിർണയിച്ചേട്ടാ ഇവിടെ വിട്ടിരിക്കുന്നേ. എന്നാ ചെയ്യാനാ, അസൂയപ്പെട്ടിട്ട് വല്ലോ കാര്യമുണ്ടോ? ലോക സ്ഥാപനത്തിന് മുമ്പേ വിളിച്ചു വരുത്തി ഇങ്ങോട്ട് ഇറക്കിയതാ. The devil knows it. സാത്താൻ ഇത് നന്നായിട്ട് അറിയാം. Because he knows his destiny. കാരണം അവന്റെ ഭാവി എന്താവുന്നു അവനറിയാം. That is why the Bible says the demons believe in God and they tremble. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത് പിശാചുക്കളും ഇത് വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. Believer also believes and is trembling. He should not have trembled. He should have walked like a lion. പിശാചാണ് വരാൻ പോകുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ എല്ലാം അവൻ അറിയുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവമക്കള് അറിഞ്ഞാൽ മതി, വിശ്വസിച്ചാൽ മതി, വിറയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം വിശ്വാസിയും അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഇടയ്ക്ക് വിറയ്ക്കുന്നുണ്ട് പിശാചിനെ പോലെ. Can you say only good will happen in my life? ഒന്ന് വിളിച്ചു പറഞ്ഞ എന്റെ ജീവിതത്തിൽ നല്ലതേ വരത്തുള്ളൂ. ഒച്ചത്തെ ഉറപ്പുള്ളവർ വായിച്ചേ. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കിക്കേ. 2 Corinthians chapter 3 and verse 4 and 5. 2 കൊരിന്ത്യർ 3:4-5. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഈ വിധ ഉറപ്പ്. അവിടെ ഒരു ബൈബിൾ അവിടെ ഒരു കൈ വെച്ചിട്ട് 1 പത്രോസ് 3:18 വായിച്ചിട്ട് ഇങ്ങോട്ട് വരാം. Why did Jesus come? എന്തിനാ യേശു വന്നേ? If you believe the word, believe it fully. Otherwise, don't believe. നിങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കാൻ പ്ലാൻ എങ്കിൽ വചനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വിശ്വസിക്കുക, അല്ലെ ഒന്നും വിശ്വസിക്കാതിരിക്കും. Not 50-50. 50-50 അല്ല. Hallelujah. If you are freed from sin, you are freed indeed. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാക്കപ്പെട്ടു തന്നെ. Hallelujah. Amen. വായിച്ചു. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അപ്പൊ ഇപ്പം ദൈവത്തിന്റെ അടുത്താണോ അതോ മാറി നിൽക്കുകയാണോ? വാട്ട് ഈസ് യുവർ കറന്റ് പൊസിഷൻ? നമ്മുടെ ഇപ്പം നമ്മൾ എവിടെയാണ്? കേക്കട്ടെ, ഇന്ന് എവിടെയായിരിക്കുന്നത്? ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നത്, ദൈവത്തോട് ദൂരമാണോ? വായിച്ചേ, ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാ, ഞാൻ കാണുന്നത് അങ്ങനെയാ. ക്രിസ്തു നമ്മെ 1 Peter chapter 3 and verse 18. 1 പത്രോസ് 3:18 മുതലാ വായിക്കുന്നു. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. For Christ also suffered once. He doesn't have to suffer again and again. ക്രിസ്തു ഒരിക്കലായി കഷ്ടം അനുഭവിച്ചു. യേശു വീണ്ടും കഷ്ടത ആവർത്തിക്കേണ്ട ആവശ്യമില്ല. He doesn't have to be crucified again and again. Once for all he has brought us unto God. വീണ്ടും പലതവണ കുരിശക്കരേണ്ട ആവശ്യമില്ല, ഒരിക്കലായി ക്രൂശിക്കപ്പെട്ടു. Amen. For Christ also suffered once for sins. പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവും ഒരിക്കലായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. The just for the unjust, that is me, that he might bring us to God
bring us to God, and being put to death in the flesh, made us alive in the spirit. He died, he suffered to bring us unto God. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് Be confident of that great salvation. Be confident that grace is building me up. Be confident that I have received an inheritance which is eternal. ആ രക്ഷയെക്കുറിച്ച് പൂർണ്ണ ഉറപ്പുണ്ടായിരിക്കട്ടെ, നിശ്ചയമുണ്ടായിരിക്കട്ടെ. ആ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ആ നിത്യത വരെയും എന്നെ വീണ്ടെടുത്തു എന്നുള്ള ഉറപ്പ്, രക്ഷയുടെ നിർണയം അകത്തുണ്ടായിരിക്കട്ടെ. Second Corinthians chapter 3. And this is why we have such boldness towards God. Why? Even though while I am a sinner, even though when I was unjust, Jesus brought me to God. നമ്മളെ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ച ക്രിസ്തു അഭക്തർക്ക് വേണ്ടി, നീതികെട്ടവർക്ക് വേണ്ടി, ആ നീതിമാൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ, അതാ കൊരിന്ത്യർ ലേഖനത്തിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ വിധ ഉറപ്പ് ഇനിയുണ്ട്. കാരണം ഞങ്ങൾ നീതികെട്ടവരായിരുന്നു, എന്നാൽ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി നിന്നതുകൊണ്ട് ഞങ്ങളുടെ കുറവുകൾ ഓർത്ത് ഞങ്ങൾ ഭയമില്ല. ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. This is one thought that the devil puts into you. That is why you come and ask us to pray. ഇതാണ് പലപ്പോഴും ഞാൻ പോരാത്തവനാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാകില്ലെന്നൊരു ചിന്ത കൊണ്ട് പലരും ഞങ്ങളുടെ അടുത്ത് ബ്രദർ പ്രാർത്ഥിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു വരാറുണ്ട്. But we know our weakness. എന്നാൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുറവ്. We want you to pray for us. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. No. When you say any prayer in the name of Jesus, it is accepted by the Father, whoever you are. മറിച്ച് യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് ഒരു ചെറിയ പ്രാർത്ഥനയെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. And I have a good news. എനിക്കൊരു നല്ല വാർത്തയുണ്ട്. Not even a single prayer of yours will be unanswered. നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും മറുപടി കിട്ടാതെ പോകത്തില്ല. Except the prayer that you want to destroy someone. വേറൊരുത്തനെ തകർക്കണം എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒഴിച്ച് ഒന്നും Every desire of yours will be fulfilled. നിന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ആഗ്രഹങ്ങളും നിവർത്തിക്കപ്പെടും. I know whom I am preaching. ഞാൻ പ്രസംഗിക്കുന്നവൻ ആരാണെന്ന് എനിക്കറിയാം. I know Jesus loves me so much. യേശു എന്നെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. Jesus only loves me. യേശു എന്നെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. That is why in 1 James chapter 1:17 he says he does not have emotion, neither there is variation in him. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 17 വായിക്കുന്നത്, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ വികാരമോ ഇല്ല. ദൈവത്തിന്റെ വികാരം എന്ന് പറഞ്ഞാൽ ഇവനെ ഇങ്ങനത്തെ സ്ഥാനത്തെ ആണോ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നേ ചിന്തിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തേലും കണ്ട ഉടനെ ദൈവത്തിന് വികാരം ഇളകി ഗതിഭേദം വരികയില്ലെന്ന്. Hallelujah. Because he knew us. We don't know us. He knew us before the foundation of the world. കാരണം നമുക്കിപ്പോഴും നമ്മളെ അറിയില്ല, എന്നാൽ നമ്മൾ എന്തുമാത്രം ഉണ്ടെന്നും നമ്മൾ ആരാന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ അറിഞ്ഞിട്ടാണ് അവൻ നമ്മെ തെരഞ്ഞെടുത്തത്. Hallelujah. If he was choosing his disciple by qualification, he would not have gone to the seashore, he would have gone to the Bible school. കർത്താവ് അന്ന് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ നന്മയോ അവരുടെ ക്വാളിഫിക്കേഷനോ നോക്കിയായിരുന്നെങ്കിൽ ഒരിക്കലും ആ കടൽക്കര പോയി അവരെ തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു, മറിച്ച് സെമിനാരിയിൽ പോകുമായിരുന്നു. Look at the selection of Jesus. യേശു ക്രിസ്തുവിന്റെ ആ തെരഞ്ഞെടുപ്പിനെ നോക്കി. You don't have to look at many, just one is enough. Peter is enough. ഒത്തിരി പേരെ ഒന്നും നോക്കണ്ട, യേശുവിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതി നോക്കണേ, പത്രോസിനെ മാത്രം നോക്കി. തെരഞ്ഞെടുത്തവനെ തള്ളി പറഞ്ഞതാ, ശപിച്ചെന്ന. He cursed Jesus. യേശുവിനെ തള്ളി പറഞ്ഞു. Yet after his resurrection, വീണ്ടും ആ പുനരുദ്ധാനത്തിന് ശേഷം, if I was Jesus, യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, first I will appear before Peter and say, കണ്ടോടാ. ആദ്യമേ തന്നെ പത്രോസിനെ, എടാ നീ തള്ളി പറഞ്ഞിട്ടെന്നെ കണ്ടോടാ ഞാൻ വന്നേന്ന് ചോദിച്ചു.
No, he said, where is he? I still love him. You are going to preach the first message of the salvation. എന്നാൽ യേശു ചെയ്തെന്താണെന്നറിയാമോ? തൻ്റെ ആ മറിയോട് പറയാണ്, നീ എൻ്റെ ശിഷ്യന്മാരോടും എൻ്റെ പത്രോസിനോടും പോയി പറയണം. പത്രോസിന്റെ പേര് എടുത്തു പറഞ്ഞിട്ട് പറയാണ്, അവനെ എനിക്ക് കാണണം. ആ പത്രോസിനെ വേണം എനിക്ക് ഏറ്റവും ആദ്യത്തെ പ്രസംഗകനാക്കി Jesus മാറ്റാൻ. did not choose his disciples looking at who they were. Jesus chose his disciple knowing who they are going to become. തന്റെ ശിഷ്യന്മാർ ഇപ്പോൾ ആരാണ്, അവരെന്തൊക്കെ ചെയ്തവരാണെന്ന് നോക്കി അല്ല അവരെ കർത്താവ് തെരഞ്ഞെടുത്ത, മറിച്ച് എനിക്കവരെ എന്താക്കി മാറ്റാൻ പറ്റും, നാളെ ഞാൻ അവനെ ആരാക്കാൻ പോവാണെന്ന് മാത്രം നോക്കിയാ തെരഞ്ഞെടുത്തു. God is working in you. ദൈവം നിന്നിൽ ക്രിയ God ചെയ്യുന്നു. is working in you and me. ദൈവം നിന്നിലും എന്നിലും ക്രിയ ചെയ്യുന്നു. Just go in fellowship with the Holy Spirit and you will be amazed. You will be a changed personality. You will walk like God, talk like God, and when you speak, things will happen. പരിശുദ്ധാത്മാവിന്റെ കൂടെ കൂട്ടായ്മയിൽ നീ സഞ്ചരിച്ചാൽ ആ ക്രിസ്തുവിൽ നിന്നെ അവൻ വളർത്തിയിട്ട് ആ യേശു പറഞ്ഞതുപോലെ പറയാൻ, യേശു നോക്കിയ പോലെ കാര്യങ്ങളെ കാണുവാൻ, യേശു ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ നീ പ്രാപ്തനാവും. 2 Corinthians chapter 3. 2 കൊരിന്ത്യർ 3. And this is the trust we have towards God. ഇതാണ് ക്രിസ്തുവിൽ ഞങ്ങൾക്കുള്ള പ്രാഗൽഭ്യം. നല്ല ഒച്ചത്തിൽ പറഞ്ഞു, എന്റെ ജീവിതം ഒരിക്കലും പരാജയമാകത്തില്ല. നല്ല ഒച്ചത്തിൽ എന്റെ ജീവിതം ഒരിക്കലും പരാജയമാകത്തില്ല. വെണ്ണീരായി പോയാലും എന്നെ അനങ്കാലമരാക്കും. This is the worldly thought that if you lose everything, your life is end. ലോകപ്രകാരമുള്ളൊരു ചിന്താഗതിയാണ്, എല്ലാം നഷ്ടപ്പെട്ടോ നീ തീർന്നു, തരിപ്പണമായി. But if you are a new creation, എന്നാൽ ക്രിസ്തുവിൽ നീ പുതിയ സൃഷ്ടിയാണെങ്കിൽ, even if you become a zero, a drop of anointing, you will become a anointed beauty for ashes. നീ ലോകപ്രകാരം ഒരു വട്ടപൂജ്യമായി തീർന്നാലും അഭിഷേകത്തിന്റെ ഒരു തുള്ളി നിന്റെ മേൽ വീണ് കഴിയുമ്പോൾ നീ അലങ്കാര മാലയായി മാറ്റപ്പെടും. You will be a blessing for many. നീ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി മാറും. It is the worldly thought. Some people say, I want this job. Did not get the job. എല്ലാം തീർന്നു. No. അത് ലോകപ്രകാരമുള്ള ഒരു ചിന്തയാണ്. അയ്യോ, എനിക്ക് ആ ജോലി കിട്ടണമെന്നായിരുന്നു ആഗ്രഹം, കിട്ടിയില്ല, തീർന്നു, എല്ലാ ആശ. I had wanted admission there, did not get. Sure. അവിടെ ആ കോളേജിലെ അഡ്മിഷന് വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്നത്, കിട്ടിയില്ല, തീർന്നു. God has a bigger, greater, mightier, best plan for his children. ദൈവത്തിന് തന്റെ മക്കൾക്ക് വേണ്ടി അതിലും ശ്രേഷ്ഠമായ, ഉന്നതമായ, അത്ഭുതകരമായ, അതിലും വലിയൊരു പദ്ധതിയുണ്ട്. Stop looking down, look up into him. Fix your mind to Christ. You will see only good happening in your life. താഴോട്ട് നോക്കിയത് മതി, നിന്നെ സ്നേഹിച്ചവനിലേക്ക് തല ഉയർത്തി നോക്കിയാട്ടെ, അതിലും വലിയത് ദൈവം നിനക്കായി കരുതിയിരിക്കും. 2 Corinthians chapter 3. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. This is not by might, not by power. It is his grace, it is his spirit. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവന്റെ കൃപയാലും അവന്റെ ആത്മാവിനാലുമാണ്. That is why we are bold. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഉറപ്പ്. വായിച്ചു. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ, ഞങ്ങളിൽ നിന്നും തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. പ്രാപ്തി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രാപ്തി, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. എല്ലാരും ആ വചനം ഒന്ന് ഉറച്ചൊന്ന് വായിച്ചേ. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. Our sufficiency, not that we are sufficient in ourselves, our sufficiency is from him, which is a gift of God. ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നതാണെന്ന് പറഞ്ഞ് പ്രശംസിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ ഒന്നിനും പ്രാപ്തരല്ല, മറിച്ച് ഞങ്ങളുടെ പ്രാപ്തി അവനിൽ നിന്ന് വരുന്ന. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ എല്ലാ യോഗ്യതയുണ്ട് ക്രിസ്തുയേശുവിൽ. നല്ല ഒച്ചത്തിൽ പറഞ്ഞേ, ക്രിസ്തുയേശുവിൽ ദൈവസന്നിധിയിൽ തല ഉയർത്തി നിൽക്കാനുള്ള മുഴു യോഗ്യത എനിക്കുണ്ട്. പ്രാഗൽഭ്യം. ഒച്ചത്തിൽ പറഞ്ഞേ, പ്രാഗൽഭ്യം. പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ എവിടെങ്കിലും പരാജയം വരുമോ? പ്രാഗൽഭ്യ ബോധത്തോടെ നടക്കണം, പരാജയ ബോധത്തോടെ അല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോ കാര്യം നടന്നില്ലെങ്കിൽ അവർക്ക് പോയി.
ഈ കോളേജിൽ പോയപ്പോൾ എനിക്ക് അഡ്മിഷൻ തന്നില്ല, അവർക്ക് പോയി വേറെ ഒരു കോളേജ്, എനിക്ക് യോഗ്യമായ ഒരു കോളേജ് വരുന്നുണ്ട്. അമേരിക്ക എനിക്ക് വിസ തന്നില്ല, അമേരിക്കയ്ക്ക് പോയി. വേറെ രാജ്യം എനിക്ക് വിശാലമായി തുറന്നിരിക്കുക, ആ രാജ്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് ഉറവ് തുറക്കും. എങ്ങനെ പോയാലും എനിക്ക് അനുഗ്രഹം. എന്നാൽ ലോച്ചത് പറഞ്ഞു, എങ്ങനെ കളിച്ചാലും ഒടുവിൽ എനിക്ക് അനുഗ്രഹം. ഇത് ഇവിടെ കയറുന്നുണ്ടോ അതോ ഇതിന്റെ മുകളിൽ കൂടെ പോവാണോ? നൗ ദാറ്റ് ഈസ് വൈ, അതുകൊണ്ട് ഈ ഇടയ്ക്കൊക്കെ ബൈബിൾ വായിക്കണം. മറ്റേ കറണ്ട് ബില്ല് വെക്കാനുള്ള സാധനമല്ല, നിങ്ങളുടെ ഭാവി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കത്തില്ല. എഫിഷ്യൻസ് ചാപ്റ്റർ 1, എഫേസ്യ ലേഖനം 1-ാം അധ്യായം and verse 3, 3-ാം വാക്യം. രണ്ടും വായിച്ചു. നമ്മുടെ പിതാവ് 1-2-3 വായിച്ചു. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്ന്. നോക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കും. വിടുവിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഇളക്കമില്ലേ? അത് മാറണം. വിടുവിക്കപ്പെട്ടവരാ ഞാൻ. ഇന്നല്ല അത്ഭുതം നടക്കുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഞാൻ പറയാം, അത്ഭുതം വേണ്ടിയത് എവിടെയാന്ന് ചോദിക്കാം, വെല്ലുവിളി ഉള്ളപ്പോഴാണ്. ഒരു പുതിയ സൃഷ്ടിക്ക് എല്ലാ ദിവസവും വെല്ലുവിളിയില്ല. അവൻ അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ട് അവൻ വരുന്ന മുമ്പേ മലകൾ സമഭൂമിയായി തീരും. അത് വിശ്വസിച്ച് വേണം നടക്കാൻ. Hallelujah. Can you say nothing will go wrong anywhere? ഒന്ന് പറഞ്ഞു ഒന്നും എനിക്ക് എൻ്റെ മുമ്പിൽ തെറ്റായി സംഭവിക്കത്തില്ല. You see a mountain and you are afraid. Approach that mountain and you will see it plain. നിങ്ങളൊരു വലിയ പർവ്വതം മുമ്പിൽ നിൽക്കുന്നതാണ്, അത് ദൂരെ നിന്ന് കണ്ട് പേടിക്കരുത്. അത് തല ഉയർത്തിയാൽ നീ അതിന്റെ അടുത്തോട്ടങ്ങ് ചെന്നാൽ മതി, അത് നിന്നെ വിട്ടങ്ങ് മാറിപ്പോകും. Can you shout and say, enjoy Jesus? വിളിച്ചെന്ന് പറഞ്ഞാട്ടെ, യേശുവിനെ ആസ്വദിക്കുക. Enjoy Jesus. Amen. People, they are full of laughter and joy till they come to the church. In the church, they become so serious, as if God does not like laughter. ചില ആൾക്കാർ ലോകത്തിൽ നടന്നപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു, സഭയെ വന്നവിടെ സീരിയസ് ആയി. അവരുടെ വിചാരം സഭയിൽ ഇരിക്കുന്ന ദൈവത്തിന് നമ്മൾ ചിരിക്കുന്ന ഇഷ്ടമില്ലെന്ന്. പണ്ടത്തെ ഒരു പറച്ചിലുണ്ട്, കൂടുതൽ ചിരിച്ച കരയൊന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയുണ്ടോ ബെനി ബ്രദറെ? ഭയങ്കര ചിരിക്കും, കരയാനാ. അതാ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നത്. കറക്റ്റ് ഐറ്റം വരികയും ചെയ്യും. ഒരു കുഴി വചനമല്ലാകത്തിരിക്കുന്ന ഈ പഴഞ്ചൊല്ല. അതുകൊണ്ട് ബൈബിളിൽ കർത്താവ് പറയാം, നിങ്ങളുടെ പാരമ്പര്യം ദൈവവചനത്തിന്റെ ശക്തി പോലും കളയാന്ന് തലയ്ക്കകത്ത്. അതുകൊണ്ട് യു ഷുഡ് ഹിയർ റൈറ്റ് so that you can think right, and what you think you shall become. അതുകൊണ്ടാണ് ശരിയായ കാര്യങ്ങളെ കേൾക്കാവുള്ളൂ. കേൾവി നിങ്ങളിൽ ഒരു ചിന്താഗതി മാറ്റും. ആ നിങ്ങളുടെ ചിന്ത എങ്ങനെയോ അങ്ങനെ നിങ്ങൾക്ക് ആകാനൊക്കത്തുള്ളൂ. Hallelujah. What you think you will become. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങൾ ആയിത്തീരുമെന്ന് വചനം പറയുന്നു. ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ അവനായിത്തീരും. Ephesians chapter 1 Bible study. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കാൻ പോകുന്ന, അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും. അപ്പൊ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കാരണമാണോ ക്രിസ്തുയേശുവിലായതുകൊണ്ടാണോ? ക്രിസ്തുയേശുവിലായതുകൊണ്ട്. അതാ മുമ്പേ കേട്ട്, ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പ്രാഗൽഭ്യം, ക്രിസ്തുവിൽ പിതാവിനോട് ധൈര്യമുണ്ട്. റിമൂവ് ജീസസ് and we are hopeless. ആദ്യം നമ്മൾ വായിച്ച വാക്യത്തിൽ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പിതാവിനോട് ധൈര്യമുണ്ട്. ഇവിടെ പറയണ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിനെ എടുത്ത് മാറ്റിക്ക് നമുക്ക് അവിടുത്തെ മുമ്പിൽ ഒന്നും ആകാൻ പറ്റും. World says do this, you have to do that. No Jesus. So that is why they are suffering.
But you and I, without doing, just believe and we have everything. ലോകം പറയുന്നത് ക്രിസ്തുവിനെ മാറ്റിയിട്ട് അത് നീ ചെയ്, നീ അതൊന്ന് ട്രൈ ചെയ്, നീ ഇതൊന്ന് ചെയ്, നിന്റെ ചെയ്ത്താണ് അവിടെ പറയുന്നെങ്കിൽ വചനം പറയുന്നത് നിന്റെ ചെയ്ത്ത് പരാജയപ്പെട്ടാലും ക്രിസ്തുവിൽ നീ വിശ്വസിച്ചേ അത് നിനക്കുണ്ട്. Okay, വായിച്ചു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. How are you blessed? ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. Without remove Jesus, no blessing. യേശുവിനെ മാറ്റിക്ക് ഒരു അനുഗ്രഹവും ഇല്ല. You do whatever. നിങ്ങൾ എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തു. Blessing. You know, people say you should eat right so that your health will be right. ജനങ്ങൾ പറയുന്നത് നിന്റെ ഭക്ഷണക്രമമൊക്കെ കറക്റ്റ് ആക്കണം എങ്കിലേ ആരോഗ്യം ശരിയാവും. Now they are drinking alkaline water like me. People are drinking alkaline water. ഇപ്പോൾ ആൾക്കാർ പുതുതായിട്ട് ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം കുടിക്കാൻ തുടങ്ങി. Why? Because somewhere in the world they drank alkaline water and they are living for 130 years. ലോകത്തിൽ എവിടെയോ അവിടെ ആൽക്കലൈൻ വാട്ടർ ആണ് അവർക്കുള്ളത്. അത് കുടിക്കുന്നവരെല്ലാം ദീർഘായുസ് കിട്ടിയിട്ടുണ്ട്. 130 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത്. Japanese are very having long life. Why? Because they eat raw fish. ഈ ജപ്പാൻകാര് വേവിക്കാത്ത മത്സ്യം കഴിക്കും. അതുകൊണ്ടാണ് അവർക്ക് ആയുസ് കൂടുന്നെന്ന് വേറൊരു പഠനം. തിയറികളാണ്. But do you know? എന്നാൽ നിങ്ങൾക്ക് അറിയാമോ, all these places they honor their father and mother. That is why they are having long life. ഈ സ്ഥലങ്ങളിലെല്ലാം അവരറിയാതെ ഒരു വചനം അനുസരിക്കുന്നുണ്ട്. നിനക്ക് നന്മ വരാനും ദീർഘായുസ് ഉണ്ടാകാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഈ പ്രദേശങ്ങളൊക്കെ അപ്പനെ അമ്മയും ചൊവ്വെ ബഹുമാനിക്കുന്ന ഏരിയകളാ. It is not what they are eating, it is because unknowingly they are obeying God. അവരിതൊന്നും തിന്നുകൊണ്ടൊന്നും അല്ല. In Japan they honor their parents so much that they even worship them. ഈ ജപ്പാനിലും മറ്റും അവരുടെ മാതാപിതാക്കളെ അവരതുപോലെ അനുസരിക്കും, അതുപോലെ ബഹുമാനിക്കും. അവരെ ഒരു ആരാധനയോടെയാണ് മാതാപിതാക്കളെ കാണുന്നത്. That is why they are having long life, not because they are eating fish. അതുകൊണ്ടാണ് അവർക്ക് ദീർഘായുസ് ഉണ്ടായത്. വചനം അങ്ങനെ പറയുന്നത്. അവർ വചനം അറിയാൻ മേലേലും അറിയാതെ ആ ഒരു കാര്യം അനുസരിച്ചുകൊണ്ട് അത് അവർക്ക് സംഭവിക്കുക. Obey the word. വചനം അനുസരിക്കൂ. And automatically in Christ you are blessed. ക്രിസ്തുവിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നു. Come on, shout and say, with long life I will be satisfied. ഒന്ന് വിളിച്ചു പറഞ്ഞേ, ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തനാവും. എന്നാ മീൻ തിന്നാലും അപ്പനെയും അമ്മയും ദീർഘിച്ചാൽ ദീർഘായുസില്ല. ഇനി എന്നാ മീൻ കഴിച്ചാലും അപ്പനും അമ്മയും ബഹുമാനിക്കുന്നില്ലേ, ആയുസ് പോക്കാണ്. എന്നാ വൈറ്റമിൻ കഴിച്ചാലും ദഹിക്കത്തില്ല. പക്ഷെ ഇതൊന്ന് ദഹിപ്പിച്ചേ, ഇതൊന്ന് അനുസരിച്ചേ, ഇതിലൊന്ന് നടന്നേ, നിങ്ങൾ പോലും അറിയാതെ ഇതെല്ലാം നന്മയും കരുണയും. യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. നിങ്ങൾ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നോട്ട് ഓഫ് യുവർ ഓൺ, ബിക്കോസ് യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ടോ നന്മ കൊണ്ടോ അല്ല, ക്രിസ്തു മുഖാന്തരമാണ്. ഓക്കെ, ഗോ ഹെഡ്. മുമ്പോട്ട് പോവാം. വായിച്ചു, താഴോട്ട് വായിച്ചു. എഫീഷ്യർക്ക് എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന് അവനിലാണ് ആയത്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവനിലായകൊണ്ടാണ് നിഷ്കളങ്കതയായിട്ട് ദൈവം കണ്ടത്. നിഷ്കളങ്കമായിട്ടൊന്നും അല്ല. അതാ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അവൻ ഒന്നുകൂടെ വായിച്ചേ, നിങ്ങൾ പെറുക്കി വായിച്ചു, മനസ്സിലാവും അർത്ഥം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവനിൽ നിഷ്കളങ്കരാണ്. You are not blameless by your own work. In Christ God sees you blameless. നിങ്ങൾ ഒരു കുറവില്ലാത്തവരൊന്നുമല്ല, കുറവ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ദൈവമുമ്പാകെ പൂർത്തീകരിക്കപ്പെടാം. പക്ഷെ ക്രിസ്തുവിലൂടെ നിങ്ങളെ നോക്കിയപ്പോൾ നിങ്ങളെ കുറവില്ലാത്തവരായി കണ്ടത്. You are blameless and holy. നിങ്ങൾ നിഷ്കളങ്കരും വിശുദ്ധരുമായി ദൈവം കണ്ടു. ക്രിസ്തുവിൽ ദൈവം നിങ്ങളെ എന്നെ കാണുമ്പോൾ പ്രാഗൽഭ്യമുണ്ട്, വിശുദ്ധനാണ്, ഒരു കുറ്റവുമില്ല. അതുകൊണ്ട് നന്മയും കരുണയും മുഴുവൻ അവന്റെ ആയുഷ്കാലം പിന്തുടർന്നുകൊണ്ടേയിരിക്കും. യു ആർ accepted, you are blameless, you are holy, you are perfect, you are destined to be a blessing to the world. ഗൗരവമായ
ഗൗരവകരമായ ദൈവവചനത്തിന്റെ സത്യമാണ് ഞങ്ങൾ പറയുന്നത്. ക്രിസ്തു മുഖേന നിങ്ങൾ സ്വീകാര്യരായിരിക്കുന്നു. ക്രിസ്തു മുഖേന ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പല കുറവുകളും വീഴ്ചകളും ഉണ്ട്, പക്ഷെ ക്രിസ്തുവിൽ നിങ്ങളെ കാണുന്നതിനാൽ നീതിമാന്മാരും വിശുദ്ധന്മാരുമായി തീർന്നു. Positioned for blessing. അനുഗ്രഹത്തിനായി അനുഗ്രഹം വരുന്ന സ്ഥാനത്ത് ക്രിസ്തുവിൽ നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുക. That is why the Bible says, do not do against. പ്രകരത്തിന് പകരവും ശകാരത്തിന് ശകാരം ചെയ്യാതെ. കാര്യം എന്നാ? Your mind will be fixed on earth, not on blessing. Your mind will be fixed on the person, not on God. You will be confused. You will be entangled here when you had to move forward to be a conqueror in Christ Jesus. അതുകൊണ്ടാണ് ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പകരം ചെയ്യാൻ പോകുമ്പോൾ എന്റെ കണ്ണ് വ്യക്തിയുടെ മേലെ, ഞാൻ അവന്റെ മേലെ ഏകാഗ്രമാക്കിയിരിക്കുന്നത്. എന്റെ കണ്ണ് ഈ ലോകത്തിൽ ആരോടും എതിർക്കാനോ ഈ ലോകത്തിന്റെ ഹിതങ്ങളിലല്ല, മറിച്ച് എന്നെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിലേക്ക് മാത്രം എന്റെ കണ്ണായിരിക്കും. വേറൊന്നും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യും. Unforgiveness limits you. Everything else limits you. Sin limits you. Sinfulness limits you. But when you are in Christ, there is no limitation. You will conquer the world. You will be above and never beneath, because your mind is totally free, occupied in Christ. ദൈവം നിന്നെ അനുഗ്രഹം മുഴുവൻ അനുഭവിക്കേണ്ട സ്ഥാനത്താക്കി വെച്ചിരിക്കുക. എന്നാൽ ഒരാളുള്ള കയ്പ് എന്നെ പരിമിതപ്പെടുത്തുന്നു, പാപ സ്വഭാവങ്ങൾ എന്നെ പരിമിതപ്പെടുത്തുന്നു. ഞാൻ അതിലേക്കൊന്നും നോക്കത്തില്ല. എന്റെ ക്രിസ്തുവിൽ, ആ ദൈവത്തിൽ എനിക്കുള്ള നന്മയ്ക്കായി ഞാൻ എന്നെ തന്നെ പൊസിഷൻ ചെയ്യുക. Can you shout and say, I will increase and never decrease? വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. Because I am blameless, I am holy, I am perfect in Christ Jesus. യേശു ക്രിസ്തുവിൽ ഞാൻ വിശുദ്ധനത്രേ, യേശു ക്രിസ്തുവിൽ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനത്രേ. വിളിച്ചു പറഞ്ഞാട്ടെ. ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മുടെ മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവിൽ പ്രശസ്തരായിരിക്കും. ഒരു വ്യത്യാസവും ഇല്ല. Go ahead. മുമ്പോട്ട് വായിച്ചേ. ഫേസിലേർ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും. ആ തെരഞ്ഞെടുപ്പ് സ്നേഹത്തിലായിരുന്നു. In his love he chose us. സ്നേഹത്തിൽ നമ്മെ തെരഞ്ഞെടുത്തു. That is why the Bible says, in his love, in Christ, you are blameless and holy. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ അവന്റെ സ്നേഹത്തിൽ നിങ്ങളെ നിഷ്കളങ്കരാക്കി. And then it says it was a predestiny. അത് പറയാണ്, അത് മുൻ നിർണയമാണ്. Only 4 times in the Bible you will read this word, predestined. മുൻ നിർണയിക്കപ്പെട്ടു എന്ന വാക്ക് ബൈബിളിൽ 4 സ്ഥാനത്തെ ഉള്ളൂ. Here, ഇവിടെ verse 14, then Romans 8:29, all this word only 4 times, predestined. റോമർ 8:29, ഇവിടെ 14-ാം വാക്യത്തിൽ ഒക്കെ മുൻ നിർണയിക്കപ്പെട്ടു എന്ന ആ പദം 4 ഭാഗത്തേ ഉള്ളൂ. Meaning to say, അതിന്റെ അർത്ഥം, you came out of him and your plan is perfect. Nothing can be distracted. നിങ്ങൾ അവനിൽ നിന്ന് വന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി സമ്പൂർണമായതാണ്. അതിൽ നിങ്ങളെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. Come on, shout and say, I am a more than conqueror in his love. വിളിച്ചു പറഞ്ഞാട്ടെ, അവന്റെ സ്നേഹത്തിൽ ഞാൻ സകലത്തിന്മേൽ ജയാളിയാണ്. എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഞാൻ ജയാളിയാ. വിളിച്ചു പറഞ്ഞേ, നന്മ മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. മാത്രമേ വരത്തുള്ളൂ. Come on, read it. Having been predestined, വായിച്ചോ. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം അവന് പ്രസാദിച്ചുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കാൻ പോകുവല്ല, പിന്നെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. സ്നേഹത്തിൽ എന്ത് ചെയ്തിരിക്കുക? മുൻ നിയമിച്ചിരിക്കുക. പിന്നെ താഴോട്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്.
having predestined adoption for his good pleasure according to his plan. തൻ്റെ പദ്ധതി പ്രകാരം തൻ്റെ പ്രസാദത്തിനായി അവൻ നമ്മെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു. Verse 6. 6. For the praise of the glory of his grace. അവന്റെ കൃപയ്ക്ക് പുകഴ്ച ഉണ്ടാകുവാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അവന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. ഒന്നുകൂടെ. അവന്റെ മഹത്വമേറിയ കൃപയ്ക്ക് പുകഴ്ച ഉണ്ടാകുവാൻ. Grace means കൃപ എന്ന് പറഞ്ഞാൽ not your merit, not your work, favor. നിന്റെ ഗുണം കൊണ്ടല്ല, അർഹതയില്ലാത്ത നിന്റെ മേൽ ദൈവത്തിന് തോന്നിയ കൃപ. To the praise of the glory of his grace. അവന്റെ കൃപയ്ക്ക് പുകഴ്ച ഉണ്ടാകുവാൻ. He made us accepted in Christ. ക്രിസ്തുവിൽ തനിക്ക് സ്വീകാര്യരാക്കി അവൻ നമ്മെ മാറ്റി. ക്രിസ്തു നിമിത്തം made us accepted. അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ആക്കി മാറ്റി. Accepted. സ്വീകരിച്ചു. God has accepted you as his son. ദൈവം തന്നെ നിന്നെ തന്റെ മകനായി സ്വീകാര്യമല്ലായിരുന്നു, പക്ഷെ ക്രിസ്തുവിൽ അങ്ങനെ ആക്കി. By grace you are accepted as his son. തന്റെ കൃപയാൽ നിന്നെ മകനായി ദത്തെടുത്തു. ഇനി ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. You are accepted before him, so you should be bold towards him. ഇനി ഒരിക്കലും നിന്നെ അവിടെ നിന്ന് ഇറക്കി വിടത്തില്ല. നിന്നെ ഇങ്ങോട്ട് വന്ന് ക്രിസ്തുവിൽ തെരഞ്ഞെടുത്ത് തന്റെ കൃപയ്ക്ക് പുകഴ്ച ഉണ്ടാകാൻ. നിന്റെ പ്രവൃത്തിക്കല്ല പുകഴ്ച ഉണ്ടാകുന്നത്, നിന്നെ അംഗീകരിച്ച ആ മഹാകൃപയ്ക്ക് പുകഴ്ച ഉണ്ടാകുവാൻ നിന്നെ താൻ സ്വീകരിച്ച് മകനാക്കി മാറ്റി. ഇനി അവിടുന്ന് ഇറക്കി വിടത്തില്ല. That is to show the whole world, the seen and unseen world, the power of his grace, that an ordinary man becoming extraordinary, accepted, powerful, renowned in the world. തന്റെ കൃപ കൊണ്ട് ഒന്നുമില്ലാത്തൊരുവനെ, പാപിയായ ഒരുത്തനെ, ബലഹീനനായ ഒരുത്തനെ താൻ കൃപ കൊടുത്താൽ എന്തുമാത്രം ഉയരുമെന്ന് ഈ ലോകത്തിലും മേലോകത്തിലുള്ളവരെ കാണിക്കാൻ നിന്നെ നിർത്തിയിരിക്കുക. You are accepted. നീ സ്വീകാര്യനായി. You are accepted. നീ അംഗീകരിക്കപ്പെട്ടു. You are perfect. നീ ദൈവത്തിൽ You are blameless. പൂർണ്ണനായി. You are holy. നിന്നെ നീ കുറ്റാരോപണമില്ല. നീ വിശുദ്ധനാണ്. In Christ. അനുഗ്രഹം ക്രിസ്തുവിൽ പ്രാപിക്കേണ്ട സ്ഥാനത്ത് നിന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉറപ്പാ ചുറ്റും ക്ഷാമമാണെങ്കിലും നീ വിതച്ചാൽ 100 മേനി കൊയ്യുന്നു മാത്രമല്ല, നീ ബഹുസമ്പന്നനാകും. ചുറ്റും ഒന്നുമില്ലെങ്കിലും നിനക്കുള്ള കാക്ക അവിടെ വന്ന് നിനക്ക് വേണ്ടിയത് തരും. ലോകത്തിൽ പ്രതികൂലമായിക്കോട്ടെ, നീ വിലപ്പെട്ടവനാകിയാൽ അവന്റെ കൃപയുടെ അത്യന്ത ധനം കാണിക്കാൻ. നിന്റെ ഗുണം കൊണ്ടല്ല, നമ്മുടെ ഗുണം കൊണ്ടല്ല. ടു ഡിസ്പ്ലേ, നിന്നെ ഒരു ഡിസ്പ്ലേ ആക്കാൻ. ഞാൻ പറയുന്നേ, കർത്താവ് ഉയർത്തുന്നവനാ എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ തെളിവ് വേണ്ടേ? ആ തെളിവാ നിങ്ങൾ. വെണ്ണീര് ഞാൻ കത്തിച്ചാമ്പലായത് ചാരം അലങ്കാരമാല ആകും പറഞ്ഞ പോലെ തെളിവ് വേണ്ടേ? അതാ നിങ്ങൾ. അതിന്റെ തെളിവാ ഇവിടെ നിൽക്കുന്നേ. കുപ്പയിൽ നിന്ന് ഉയർത്തി രാജാക്കന്മാരുടെ കൂടെ ഇരുത്തും. തെളിവ് വേണ്ടേ? അത് അവന്റെ കൃപയുടെ ധനമാ. ഹിസ് ഗ്രേസ്. അവന്റെ കൃപയുടെ മഹത്വമാണ്. അവന്റെ കൃപ എത്ര വലുതാണെന്ന് ലോകത്തെ കാണിക്കണമെങ്കിൽ നിങ്ങളെയും എന്നെയും എടുത്ത് കാണിക്കണം. Preachers have made people condemned, sin conscious, slaves, good for nothing. But what God has chosen, no one can condemn. പ്രസംഗിയാരന്മാര് പ്രസംഗിച്ച് ജനങ്ങളെ അപരാധബോധത്തിലും കുറ്റവാളികളും നിരാശയിലും ഒന്നുമില്ലാത്തവരാക്കി. എന്നാൽ അവന്റെ കൃപയാൽ നിങ്ങൾ എന്താ എന്ന് തിരിച്ചറിയണം. And verse 7 says, in him we have a redemption through his blood, the forgiveness of sin. Why? How? According to the riches of his grace. 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക്, അവനിൽ പിന്നെയും വരുക അടുത്തത്, അവന്റെ രക്തത്താൽ
നല്ല ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഉണ്ട്. അവന്റെ രക്തത്താൽ. സാധ്യതയല്ല, ഉണ്ട്. I am redeemed. ഞാൻ വീണ്ടെടുക്കപ്പെട്ടു എന്ന് അതിന്റെ അർത്ഥം. ഉണ്ടെന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നല്ല. My sins are forgiven. Yeah. I am not a sinner. I am a forgiven sinner, accepted by him, blameless in front of him, holy in front of him, because of the blood of Jesus which redeemed me forever. എന്റെ പാപം മോചിക്കപ്പെട്ടു. എന്നേക്കുമായി ഇനി എന്റെ മേൽ ഇല്ലാത്തതുപോലെ എന്റെ മേൽ ഇനി ആ പാപം കണക്കിടപ്പെടുന്നില്ല. എന്നേക്കുമായി എന്നെ വീണ്ടെടുത്തു. Amen. Hebrews. എബ്രായ ലേഖനം. If only people would know the power of the blood or the power in the name of Jesus. വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെയും യേശുവിന്റെ രക്തത്തിന്റെയും ശക്തിയും സാധ്യതയും അറിഞ്ഞിരുന്നുവെങ്കിൽ they would have cast their burden upon him and they would have slept. അവരുടെ ഭാരങ്ങൾ അവിടുത്തെ മേൽ കൊടുത്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചെയ്തവൻ നിങ്ങളുടെ സകല ചിന്താകുലം അവനിലേക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ഇത്രയും കാര്യം നമുക്ക് വേണ്ടി സൗജന്യമായി ചെയ്യാൻ തയ്യാറാകുന്നവനിൽ നിങ്ങളുടെ ചിന്താകുലം എന്ന് ഇട്ടേച്ചു പോകാൻ പറ്റുമോ? That is where peace rules. That is where the word of God reigns in our heart. ഈ സ്നേഹവാനായ കർത്താവിൽ, ഇത്രയും എനിക്ക് വേണ്ടി കരുതിയവനിൽ എൻ്റെ ഭാരം വിട്ടുമ്പോഴാണ് ഞാൻ പൂർണ്ണ സമാധാനം അനുഭവിക്കുന്നത്, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അവന്റെ ശക്തിയേറെ ഭുജത്തിന്റെ കീഴെ താന്നിരിപ്പീൻ, തക്ക സമയത്ത് അവൻ എന്നെ ഉയർത്തും. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നാകയാൽ. You are accepted. It's not a joke. നിങ്ങൾ അംഗീകരിക്കപ്പെട്ടു. യാഥാർത്ഥ്യമാ. I am accepted. I am blameless. I am holy. I am perfected. Not because of my work, because of his grace. If I can be made accepted, then why can't I give my cares also to him? ഞാൻ അംഗീകരിക്കപ്പെട്ടത്, ഞാൻ അവന്റെ സ്നേഹത്താൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു, ഞാൻ വിശുദ്ധനാക്കപ്പെട്ടു, ഞാൻ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇത്രയും അവന് ചെയ്യാമെങ്കിൽ എന്റെ ആ ഭാരങ്ങൾ അവന്റെ മേലിട്ട് എന്തുകൊണ്ട് എനിക്ക് സ്വതന്ത്രനായി? ഇന്ന് നിങ്ങൾ എന്തിനെ കുറിച്ചാ വിചാരപ്പെടുന്നേ? അതൊന്ന് അവിടെ ഒന്ന് ഏൽപ്പിക്കാവോ? നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലയിൽ അത് മാറുക മാത്രമല്ല, എൻ്റെ യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി ഇരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവനാ. ഇറ്റ് ഈസ് ഫോർ ഹിംസെൽഫ്, ഹി ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ മീ. ഇതല്ല എനിക്ക് വേണ്ടി ചെയ്യുന്നത്, കർത്താവ് തനിക്ക് വേണ്ടി നമ്മളെ ഇങ്ങനെ ആക്കുക. He is interceding, he is intervening, seated at the right hand of the Father, so that his master plan will never fail. താൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എനിക്ക് വേണ്ടി ഇത് കൂടാതെ മധ്യസ്ഥയാണ്, കൂടാതെ എൻ്റെ ഒരു കാര്യത്തിന് വന്ന് ഇടപെടുകയാണ്. എന്തിനു വേണ്ടി? എന്നെ കുറിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പ് ഇട്ട പദ്ധതി ഒരിക്കലും മാറിക്കൂടാ. Not because I am good, he is good, his heart is good, his love is good. Goodness is only in God. Goodness and perfect love is in God. It is nothing to do with me. He saved me, he protected me, he will do the perform whatever good in me. എൻ്റെ നന്മയോ എൻ്റെ നല്ലത് കൊണ്ടോ അല്ല, മറിച്ച് അവൻ നല്ലതായ കൊണ്ടാ, അവൻ എന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ടാ, ഞാൻ അങ്ങോട്ട് ചെയ്തു ഒന്നുകൊണ്ടുമല്ല, നിത്യമായി അവൻ എന്നെ സ്നേഹിച്ചത് കൊണ്ടാ. The Bible says, ബൈബിൾ പറയുന്നു, and that is the truth. അത് സത്യവുമാണ്. Hebrews 9:12. എബ്രായർ 9:12. ആട്ടുകുറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ. നല്ല, എല്ലാവരോടും ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ, നിങ്ങളുടെ ബൈബിളിൽ ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ അല്ലെങ്കിൽ ഇന്ന് എഴുതിയെടുത്ത് വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കണം. അത് അങ്ങനെ തന്നെ ആയിരുന്നോ? അപ്പോസ്തല പ്രവൃത്തി പറയുന്ന അവർ കേട്ടിട്ട് തിരിച്ചുപോയി, വചനം ശോധന ചെയ്തു, അത് അങ്ങനെ തന്നെ ആയിരുന്നോ? This should not be a story for you. This is a reality. Jesus came as in the flesh. God came in the flesh
His name was Jesus. He died on the cross and he was buried, and the third day he rose again and he is seated at the right hand of the Father. This is not a mythology. This is not a superstition. This is the truth, and he is alive forever. നിങ്ങൾ വിശ്വസിക്കുന്നത് വാസ്തവമായ സത്യമാണ്, ഒരു കെട്ടുകഥയല്ല. ദൈവം മനുഷ്യനായി മനുഷ്യജഡത്തിൽ വെളിപ്പെട്ടു. അവൻ നമ്മുടെ പാപമെടുത്തു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് എന്നെയും നിങ്ങളെ അംഗീകാര യോഗ്യരാക്കി ഇരിക്കുന്നു എന്നത് തോന്നലല്ല, കഥയല്ല, യാഥാർത്ഥ്യമാണ്. Oh, if you believe it, shout that wonderful name. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ യേശുവേ എന്ന് വിളിച്ചാട്ടെ. Shout that glorious name. മഹത്വമേറിയ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. Whenever you call his name, he is able to give whatever you want. യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്തും നൽകുവാനാ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനാ. The word will not change. The word cannot change, as he is the mediator of the better covenant. എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. കാരണം അത് ഒരിക്കലും മാറാൻ സാധ്യമല്ല. കാരണം പുതിയ ഉടമ്പടിയുടെ വചനത്തിന്റെ മധ്യസ്ഥൻ അവനാ. എബ്രായർ 7:22 വായിച്ചു. ആണ് കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. എന്താ? യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു, ജാമ്യക്കാരനായി തീർന്നു. കോടതിയിൽ നിന്ന് ജാമ്യം, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന എങ്ങനെയാണെന്നറിയോ? അവർക്ക് ഉറപ്പ് വേണം, ഒരു ജാമ്യക്കാരൻ വേണം. യേശു പുതിയ നിയമത്തിലെ തൻ്റെ രക്തത്താൽ ജാമ്യക്കാരനായി തീർന്നു. അവൻ സദാ ജീവിക്കുന്നവനാകയാൽ ഈ ജാമ്യം പിതാവാം ദൈവം അനുവദിച്ചു. ഇനി ആർക്കും കുറ്റം ചുമത്താൻ പറ്റത്തില്ലാത്ത വിധത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഒരാൾ നിങ്ങൾക്കും എനിക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്. ആ നാമം ഒന്ന് ഓച്ചത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ചെയ്ത ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല? We will fall in love with him. ഈ യേശുവുമായി എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? Read it. It is the love that compels you to win another soul. ഈ സ്നേഹം കാരണമാണ് ഞാൻ മറ്റൊരാളെ നേടുന്നത്. Because I cannot keep quiet. എന്നെ ഇത്രമേൽ സ്നേഹിച്ചപ്പോൾ ഞാൻ തിരിച്ചങ്ങ് സ്നേഹിച്ചു പോവുക. എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. Because I was not worthy for this. ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. He made me worthy. He made me enjoy. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, കഞ്ഞി വെച്ച് തരുക മാത്രമല്ല, നമ്മുടെ പഴയത് പറയില്ല, ചവച്ചൂടെ തരുക. ചുരുക്കി പറഞ്ഞാൽ എന്നെ അവൻ അർഹനാക്കി മാറ്റി, എന്നെ അവൻ അംഗീകരിച്ചു, അതിനു വേണ്ടതെല്ലാം ചെയ്ത് എന്നെ അതിലാക്കുകയാണ്. The love of God, the love of Christ in you compels you to win a soul. ഇത്രയും എന്നെ സ്നേഹിച്ചത് കൊണ്ടാ ഞാൻ മറ്റൊരാളോടും കൂടെ ഈ സ്നേഹം പങ്കുവെക്കും. It is the love of God that compels me, or എന്നാ പറയുന്നേ, chained in his love that you will not sin. ഈ സ്നേഹത്താൽ ഞാൻ കെട്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാത്തതും. Hallelujah. And when I do some mistake, എനിക്കൊരു തെറ്റ് പറ്റുമ്പോൾ he will not say, oh, he will say, come back. അവൻ പല്ലുകടിച്ച് എൻ്റെ മേൽ ക്രുദ്ധിക്കല്ല, മടങ്ങി വന്നേ മകനെ, come back, മടങ്ങി വന്നാട്ടെ, I am here for you. ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടതിനും മാനസാന്തരപ്പെട്ട് വരാനല്ല, ഉള്ള അവസ്ഥ നീ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ റെഡിയാക്കിക്കോളാം. That is how good he is. അത്രമേൽ നല്ലവനാണ് യേശു. Read it. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ, സ്വന്തം രക്തത്താൽ, ഒരിക്കലായിട്ട്, സ്വന്തം രക്തത്താൽ, ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച്. You know, in Mount Sinai, സീനായ് മലയിൽ God showed Moses the original temple and said, this is how the tabernacle should be. ദൈവം തൻ്റെ സ്വർഗമാകുന്ന ആ മന്ദിരം കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണം ഭൂമിയിൽ സമാപന കൂടാരം ഉണ്ടാക്കാൻ. He saw it. മോശെ കാണിച്ചു കൊടുത്തു. Where he was seated. ദൈവം ഇരിക്കുന്ന സ്വർഗമാകുന്ന ആലയത്തെ കാണിച്ചു കൊടുത്തു. ഇതൊരു കഥയല്ല.
It is a reality. ഇതൊരു വാസ്തവമാ, കഥയല്ല. With his own blood. അവന്റെ സ്വന്തം രക്തത്താൽ. 13. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നു എങ്കിൽ, if that could bring a temporary feeling of purity, അവിടെ ആ ദേവാലയത്തിൽ, യഹൂദ ദേവാലയത്തിൽ അർപ്പിച്ച ആ കാളക്കിടാങ്ങളുടെ രക്തത്തിന് താൽക്കാലികമായി മനസ്സിനൊരു സ്വസ്ഥത കൊടുക്കാൻ പറ്റുമെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച, ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. എത്ര അധികം, നല്ല ഒച്ചത്തിൽ പറഞ്ഞു, എത്ര വെറും കാളയുടെ ആടിന്റെയും കുറച്ചൊക്കെ ചെയ്യായിരുന്നു. ദിസ് ഇസ് ഹിസ് ഓൺ ബ്ലഡ്. കാളയുടെയും ആടിന്റെയും പോലും അത്രയും ഒരു താൽക്കാലികമായ സമാധാനം കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സ്വന്തം രക്തത്തിന് എത്രയധികം നിത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. And I am going to read one more verse and close. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. Go ahead, read 15. 15-ാം വാക്യം. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം. അടുത്തിരിക്കുന്ന ആളിനോട് പറയട്ടെ, നമ്മളോട് തന്നെ പറഞ്ഞേ, ഈ രക്തം എനിക്ക് നിത്യമായ ഒരു അവകാശം കൂടെ തന്നിട്ടുണ്ട്. എൻ്റെ അവകാശം ഇനി പോകത്തില്ല. കാളക്കിടാക്കളുടെയും പശുക്കളുടെയും രക്തം താൽക്കാലിക അനുഗ്രഹമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ യേശുവിൻ്റെ രക്തം എനിക്ക് തന്നിരിക്കുന്ന ഇൻഹെറിറ്റൻസ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശം. ഇംഗ്ലീഷ് വായിക്കാം. And for this reason, ഇക്കാരണത്താൽ, he is the mediator of the new covenant. അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥന, ജാമ്യക്കാരന, ഉറപ്പ. By means of his death, തന്റെ മരണത്താൽ, for the redemption of the transgression under the first covenant. ആദ്യ നിയമത്തിലുണ്ടായ ലംഘനങ്ങളിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പിനായി, those who are called, people who are called are listening to me and seated over here. വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കാൻ. ആരാണ് ഈ വിളിക്കപ്പെട്ടവർ? ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം സുവിശേഷത്തിന്റെ വിളി കിട്ടിയവരാ. That they may receive the promise of eternal inheritance. നിത്യ അവകാശത്തിന്റെ വാഗ്ദാനം വിളിക്കപ്പെട്ടവർക്ക് കിട്ടാൻ യേശു ഇങ്ങനെ ചെയ്തു. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. അത് ഒരു ദിവസമോ 2 ദിവസത്തേക്കല്ല, നിത്യമായ അവകാശമായി എനിക്ക് കിട്ടിയിരിക്കുന്നേ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. ആമേൻ. I will continue this, God willing. ദൈവം അനുവദിച്ചാൽ ഈ സന്ദേശം തുടരാം. I want you to read the word one by one. തിരുവചനത്തിലെ ഈ വേദഭാഗങ്ങൾ ഒന്നൊന്നായി നിങ്ങൾ വായിക്കണം. And then you will understand. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. You will be bold as a lion. നിങ്ങളൊരു സിംഹത്തെ പോലെ നിങ്ങൾ പ്രാഗൽഭ്യമുള്ളവരാണ്. Nothing will stop you. ഒന്നിനും നിങ്ങളെ തടയാനൊക്കില്ല. You will be unchallengeable. നിങ്ങളെ വെല്ലുവിളിക്കാനാകില്ല. You will be unstoppable. ആർക്കും നിർത്താൻ പറ്റില്ല. Knowing that you are accepted by God. ദൈവത്താൽ ഞാൻ അംഗീകരിക്കപ്പെട്ടവനാണെന്നുള്ള നിങ്ങളുടെ ഉള്ളിലെ ബോധ്യം. I am beloved of God. ഞാൻ എൻ്റെ ദൈവത്തിന് പ്രിയനാണ്. I am holy by him. ഞാൻ അവനാൽ വിശുദ്ധീകരിക്കപ്പെട്ടു. I am blameless by him. അവനാൽ ഞാൻ പാപമില്ലാത്തവനാക്കപ്പെട്ടു. In Christ. ക്രിസ്തുവിൽ every place. എല്ലായിടത്തും always. എല്ലായ്പ്പോഴും I will be triumphant. ഞാൻ ജയാളിയായിരിക്കും. Can you shout and say always, every place I will be triumphant in Christ Jesus. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ഞാൻ ജയാളി. എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു മുഖാന്തരം. എൻ്റെ ബലം കൊണ്ടല്ല. This year is a year of enlargement. ഈ വർഷം വിശാലതയുടെ വർഷം.
this year I will enlarge. ഞാൻ നിശ്ചയമായിട്ടും ഈ വർഷം എൻലാർജ് ചെയ്യപ്പെടും. Nothing can stop me. ഒന്നും എന്നെ തടയില്ല. Because the one in me has spoken to me. കാരണം എന്നിലുള്ളവൻ തന്നെ എന്നോട് സംസാരിച്ചിരിക്കുന്നു. Did you receive the word from him? ആ കർത്താവിൽ നിന്ന് ആ വചനം നിങ്ങൾ പ്രാപിച്ചോ? Are you still considering is the word that Tangu brother spoke, or have you taken it as my word? God has spoken to me, I will enlarge. ആ വാക്ക് തങ്കു ബ്രദർ ഈ വർഷം പറഞ്ഞ വചനമായിട്ടാണോ എടുത്തത്, അതോ എൻ്റെ ദൈവം എനിക്ക് തന്ന അരുളപ്പാടായിട്ടാണോ എടുത്തത്? I will increase. ഞാൻ ഉയർച്ച I can never be a failure. ഞാൻ ഒരിക്കലും Because the പരാജയമാകില്ല. life of God is in me. കാരണം ദൈവത്തിന്റെ അതേ ജീവൻ എന്നിലുള്ളത്. I am the son of God. ഞാൻ ദൈവപുത്രനാണ്. With a good standing with the Father. പിതാവിനോടൊരു നല്ല നിരപ്പ് എനിക്ക് Not ലഭിച്ചു. because of my works, it is because of Christ. എന്റെ നന്മ കൊണ്ടും പ്രവൃത്തി കൊണ്ടും അല്ല, ക്രിസ്തു I മുഖേന have received an eternal inheritance. എനിക്കൊരു നിത്യാവകാശം ലഭിച്ചിരിക്കുന്നു. Inheritance not for 1 day or 2 days. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്ന അവകാശമല്ല. He continues his plan. അവൻ തന്റെ പദ്ധതി തുടർന്നുകൊണ്ടേയിരിക്കും. Even if I fall, ഞാൻ വീണാലും he says, come, I am അവർ going എഴുന്നേറ്റ് ahead. എന്റെ പദ്ധതി പൂർത്തീകരിക്കട്ടെ, എന്റെ കൂടെ We are വന്നാട്ടെന്ന്. going ahead. മുമ്പോട്ട് On പോകുകയാണ്. the way I will clean you. ഞാൻ വരുന്ന വഴിയിൽ നിന്നെ ഞാൻ I will വെടിപ്പാക്കും. perfect you. ഞാൻ നിന്നെ പൂർത്തീകരിക്കും. Come, walk with me. വന്നേ എന്റെ കൂടെ വന്നേ. Come, പദ്ധതിയിൽ walk with me. എന്റെ കൂടെ നടന്നാട്ടെ. Come, walk with me. എന്റെ കൂടെ നടന്നാട്ടെ. Speak my word. വേഗത്തിൽ Nothing will stop you. ഒന്നും നിന്നെ തടയില്ല. I began it, I will complete it. ഞാൻ ആരംഭിച്ച പ്രവൃത്തി ഞാൻ തന്നെ തികയ്ക്കും. I will complete it. ഞാൻ അത് പൂർത്തീകരിക്കും. I started it before the foundation of the world. ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ ആരംഭിച്ച പ്രവൃത്തി ഞാൻ None of you and me are accident on this earth. നിങ്ങളും ഞാനും അബദ്ധവശാൽ ഇതിൽ വന്നതല്ല. He sent us. അവൻ നമ്മെ He അയച്ചതത്രേ. will save us. അവൻ നമ്മളെ രക്ഷിച്ചതത്രേ. If he saved us, അവൻ നമ്മെ he രക്ഷിച്ചെങ്കിൽ will keep us. അവൻ നമ്മെ സൂക്ഷിക്കും. Not for 1 day, ഒരു ദിവസത്തേക്കല്ല, 2 days, 2 ദിവസത്തേക്കല്ല, eternal inheritance. നിത്യമായ അവകാശം. Till he comes, അവൻ വരുന്നവരെ he will be kept by grace. അവന്റെ കൃപയാൽ Can ഞാൻ you shout സൂക്ഷിക്കപ്പെടും. hallelujah? ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. This is the reality. ഇതാണ് സത്യം. Because the word said, I am accepted by him to become his beloved. I am the beloved of Jesus. അവന്റെ പ്രിയനായവനാകുവാൻ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ അങ്ങനെ വചനം തെരഞ്ഞെടുക്കാൻ പോകുവല്ല. acceptance പറഞ്ഞാൽ എന്താ? സ്വീകരിച്ചു, എന്നെ അംഗീകരിച്ചു. വേറെ ആർക്കും ബോധ്യം വന്നില്ലെങ്കിലും ബോധ്യം കർത്താവിന് വന്നിട്ടുണ്ട്. Some people say, I am not tall, I am not fat, I am not fair. You were chosen as you are and he loves you. That matters, that's it. ചെല്ലു പറയുമായിരിക്കും, എനിക്ക് അത്രയും പൊക്കമില്ല, അത്രയും വണ്ണമില്ല. നിന്റെ പൊക്കമോ വണ്ണമോ നിന്റെ മുഖരൂപമോ അല്ല, നിന്നെ അവൻ ഇഷ്ടപ്പെട്ടു, അവൻ തെരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. Just lift your hands and start worshiping the Spirit. കരങ്ങൾ ഉയർത്തി ആത്മാവിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Something unusual is happening today. അസാധാരണമായത് എന്തോ ഇവിടെ സംഭവിക്കുക. Break that condemned feeling. Break that sin consciousness. ആ പോരായികയുടെ അപരാധബോധത്തിന്റെ ഞാൻ ഒന്നുമല്ലെന്നുള്ള ആ ചിന്തയെന്ന് പൊട്ടിച്ചു കളഞ്ഞാട്ട്. That is what the world does. That is what the Gentiles do. Because of their sin consciousness, they go for a sacrifice every year. ഇത് തന്നെയാണ് ജാതികൾ ചെയ്യുന്നത്. അവരുടെ അകത്ത് കുടികൊള്ളുന്ന ആ അപരാധ ബോധം നിമിത്തം എല്ലാ വർഷവും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇനി ഞാൻ എന്തോ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് നേർച്ച കാഴ്ചകളുമായിട്ട് പോകുന്ന അവരുടെ കുറവ് സിൻ കോൺഷ്യൻസ് ആണ് അവർക്ക് നിൽക്കുന്നത്. We have accepted the sacrifice prepared by God. That is why our sacrifice is over once for all, redeemed once for all, sanctified once for all, perfected once for all. I am a more than conqueror once for all. എന്നാൽ ആണ്ടോടാണ്ട് കഴിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു നേർച്ച കാഴ്ച കൊണ്ടല്ല നമ്മുടെ ധൈര്യം, മറിച്ച് ഒരിക്കലായി എന്നേക്കും വേണ്ടി ദൈവം തന്നെ ഒരുക്കിയ ഏറ്റവും നല്ല യാഗം, ഏറ്റവും വിശുദ്ധയാഗമായ പുത്രന്റെ ചോരയാൽ എന്നേക്കും വേണ്ടി ഞാൻ അംഗീകരിക്കപ്പെട്ടു. ഒരിക്കലായി എന്നേക്കും വേണ്ടി എന്നെ ദൈവം സ്വീകരിച്ചിരിക്കുന്നു. Oh, lift your hand and say, I love you, Jesus. കരങ്ങൾ ഉയർത്തി പറഞ്ഞു, യേശുവേ ഞാൻ I love you, Jesus. I love you, Lord. I love you, Jesus. I love you, Jesus. Jesus, I love that you. name is a mystery. ആ നാമം അത്ഭുതമത്രേ. The unsearchable riches in Christ. ക്രിസ്തുവിലുള്ള അപ്രമേയ ധനം. It is so far long, wide, I cannot understand. ആ സ്നേഹത്തിന്റെ വീതി നീളം ആഴം ഉയരം അതിന്റെ ആ സ്നേഹത്തിന്റെ സമ്പന്നത എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിന് Holy Spirit, make me know the height and the depth and the length and the width of the love of God.
God. പരിശുദ്ധാത്മാവേ ക്രിസ്തുവിൽ കൂടെ എന്നെ സ്നേഹിച്ച ഈ മഹാസ്നേഹത്തിന്റെ വീതി നീളമാഴം ഉയരം ഗ്രഹിപ്പാൻ എന്റെ ഹൃദയ കണ്ണ് തുറക്കണേ. That love was in His grace. ആ സ്നേഹം അവന്റെ കൃപയ്ക്കകത്ത്. That love made me beloved. That love made me blameless. His love made me holy. His love perfected me. His love will keep me. I am more than conqueror because I know He loves me. അവൻ എന്നെ സ്നേഹിച്ച സ്നേഹം കൊണ്ടാണ് ഞാൻ പൂർത്തീകരിക്കപ്പെട്ടത്. അവൻ എന്നെ സ്നേഹിച്ച സ്നേഹത്താലാണ് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആ സ്നേഹമാണ് എന്റെ ധൈര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ജയാളിയേക്കാൾ ജയാളിയാണ്. Lift your hands and say, I love you, Jesus. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, I love you, Lord Jesus. Oh, I love you, Jesus. Oh, I love you, Jesus. യേശുവേ, I love you. I love you, Jesus. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ I believe you, Lord. I believe your love. സ്വന്തമേ I believe Jesus. അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ധൈര്യമായി ചെല്ലാം അവിടെ, ധൈര്യമായി ചെല്ലാം അവിടെ. യേശുവിന്റെ അടുക്കൽ ധൈര്യമായി ചെല്ലാം. നീ ആദ്യം നന്നായിട്ട് വരും എന്ന് പറയുന്നതല്ല, നീ ആദ്യമേ ശരിയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നവനല്ല. തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കേണ്ടി ആർക്കാ? തെറ്റിപ്പോകുന്നവർക്കാ. നീ എല്ലാം ശരിയായിട്ട് ഇങ്ങോട്ട് വരാനല്ല, ധൈര്യമായി ഇങ്ങ് വാ. അമുടിയനായ പുത്രൻ ഒത്തിരി പ്രസംഗമൊക്കെ പഠിച്ചേച്ചാ വന്നേ. പക്ഷെ ദൂരവേ കണ്ടപ്പോൾ അപ്പൻ അതെല്ലാം മറന്നു. ഓടി വന്നവനെ ആലിംഗനം ചെയ്തു. നീ എന്നെ നശിപ്പിച്ചില്ലേ എന്നല്ല പറഞ്ഞത്, പുതിയ അങ്കി അവനെ ഉടുപ്പീര്, ആ കാളം ദ ബെസ്റ്റ് അവന് കൊടുക്ക്, ആ മോതിരം അവനെ ഇടിപ്പി. അതാ എൻ്റെ അപ്പൻ നൽകപ്പെട്ടതാ പ്രാഗൽഭ്യം. ഈ മാറോട് ചേരുവാൻ ഒറ്റ യോഗ്യത യേശുവിന്റെ രക്തത്താൽ. അതാ വീണ്ടെടുത്തേ. ആ കഴികളെല്ലാം ഉയർത്തി കർത്താവിന്റെ ആ മാറോട് ചേർന്ന് നിൽക്കുന്നത്. ഹീസ് മൈ ഹൈഡിംഗ് പ്ലേസ്, ഹീസ് മൈ റെഫ്യൂജ്. ജീവനേ